Dear friends, welcome to Electron College. So previous session നമ്മൾ കൗണ്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. So today's topic is 3-bit asynchronous up counter. So synchronous as well as asynchronous counters കുറിച്ച് നമ്മൾ already ഡിസ്കസ് ചെയ്തു. So up counter 3-bit asynchronous up counter. Now up counters എന്താണെന്ന് നമുക്കറിയാം. It will start counting from the lower value and as every clock pulse passes it counts to the higher value. അതായത് ഒരു ലോവർ വാല്യൂവിൽ നിന്നും കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഹയർ വാല്യൂവിലോട്ട് കൗണ്ട് മൂവ് ആവുന്നു. 0 1 2 3 4 എക്സെട്ര അപ് ടു ദ മാക്സിമം വാല്യൂ. അപ്പോൾ ഇതൊരു 3-bit കൗണ്ടറാണ്. സോ 3-bit കൗണ്ടർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ കൗണ്ട് ഫ്രം 0000 to 111 വരെ, അതായത് 0 to 7 വരെ. And here again we are going to use JK flip-flop. JK flip-flop with J equal to K equal to 1. So that toggling can happen. So this is the configuration. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഫ്ലിപ്പ്-ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ഫ്ലിപ്പ്-ഫ്ലോപ്പ് എ, ഫ്ലിപ്പ്-ഫ്ലോപ്പ് ബി ആൻഡ് ഫ്ലിപ്പ്-ഫ്ലോപ്പ് സി. നൗ എല്ലാം JK ഫ്ലിപ്പ്-ഫ്ലോപ്സ് ആണ്. ആൻഡ് see the clock, you are providing the clock to the first flip-flop. ആൻഡ് അസിൻക്രണസ് ആയതുകൊണ്ട് കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തു. ദി ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പിനായിരിക്കും സെക്കൻഡ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ക്ലോക്കിൽ കണക്ട് ചെയ്യുക. അതുപോലെ സെക്കൻഡ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അതിനെ തേർഡ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ക്ലോക്കിൽ കണക്ട് ചെയ്യുന്നു. ആൻഡ് JK ഫോർ ദ ഫസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പ്, സെക്കൻഡ് ഫ്ലിപ്പ്-ഫ്ലോപ്പ്, തേർഡ് ഫ്ലിപ്പ്-ഫ്ലോപ്പ് മൂന്നിനും വി വിൽ ബി പ്രൊവൈഡിങ് ലോജിക്കൽ ഹൈ, അതായത് ലോജിക്കൽ ഹൈ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. J equal to K equal to 1 for all the flip-flops. Then output will be taken from the first flip-flop, second and third. That it can be taken as QA. This can be QA. We will take this as QA, and let this be QB, and let this be QC. QA output of first flip-flop, QB output of second, and QC output of third flip-flop. So ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Now this is your clock signal. So now we'll take QA നോക്കാം, ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പ്. സോ ഇനിഷ്യലി നമുക്കിതിനെ 0, ലെറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് QA ബി 0. ഇനിഷ്യൽ വാല്യൂ നമുക്ക് 0 ആണെന്ന് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് ഈ ഫ്ലിപ്പ്-ഫ്ലോപ്പ് ട്രിഗർ ആവുന്നത് ഓരോ ക്ലോക്ക് പൾസിൻ്റെയും ഫോളിംഗ് എഡ്ജിലായിരിക്കും, ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ക്ലോക്കാണ്. സോ ഇനിഷ്യലി ഇറ്റ് ഈസ് 0. ദെൻ സി ഫസ്റ്റ് ക്ലോക്ക് പൾസിൻ്റെ നെഗറ്റീവ് എഡ്ജ്, ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ് വരുമ്പോഴായിരിക്കും ക്ലോക്ക് പൾസ് ട്രിഗർ ആവുന്നത്. ക്ലോക്ക് പൾസ്, സോ ഇറ്റ് വിൽ ഗെറ്റ് കോംപ്ലിമെൻറ്റഡ്, അല്ലേ? വാല്യൂ കോംപ്ലിമെൻറ്റഡ് ആവും, കാരണം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് J equal to K equal to 1 ആണ്. സോ JK 1 ആണെങ്കിൽ നോർമലി വാട്ട് ഹാപ്പൻസ്, ദ ഔട്ട്പുട്ട് വിൽ ബി ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രീവിയസ് സ്റ്റേറ്റ്. അപ്പോൾ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ് വരുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് കോംപ്ലിമെൻറ്റഡ് ടു 1, അല്ലേ? 0യിൽ നിന്നും 1ലോട്ട്, ദെൻ ഇറ്റ് വിൽ റിമെയിൻ അറ്റ് ദാറ്റ് വാല്യൂ. സോ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ് ഇവിടെയാണ് വരുന്നത്, സെക്കൻഡ് ക്ലോക്ക് പൾസിൻ്റെ ഫോളിംഗ് എഡ്ജ്. അപ്പോൾ വീണ്ടും അത് കോംപ്ലിമെൻ്റ് ആവുന്നു. ആൻഡ് ദാറ്റ് കണ്ടിന്യൂസ് അപ് ടു സ്റ്റേറ്റ് 3, ശരിയല്ലേ? 3ലോട്ട്. ആൻഡ് വീണ്ടും ഈ ഫോളിംഗ് എഡ്ജ് വരുമ്പോൾ എഗെയിൻ അത് കോംപ്ലിമെൻ്റ് ആവുന്നു. സോ ദാറ്റ് കണ്ടിന്യൂസ് അപ് ടു സ്റ്റേറ്റ് 4. ആൻഡ് നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ് ഇവിടെയാണല്ലോ. സോ എഗെയിൻ ഇറ്റ് വിൽ ഗെറ്റ് കോംപ്ലിമെൻറ്റഡ് ആൻഡ് ദാറ്റ് കണ്ടിന്യൂസ്. അടുത്ത കോംപ്ലിമെൻറ്റ് സംഭവിക്കുന്നത് അടുത്ത ഫോളിംഗ് എഡ്ജിലാണ്. സോ ഇവിടെ വീണ്ടും കോംപ്ലിമെൻ്റ് ആവുന്നു. സോ ആ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എഗെയിൻ ദ ഫോളിംഗ് എഡ്ജ് വന്നു. സോ ഫോളിംഗ് എഡ്ജ് വരുമ്പോൾ വീണ്ടും ഇറ്റ് വിൽ ഗെറ്റ് കോംപ്ലിമെൻറ്റഡ്. സോ ദാറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. ആൻഡ് എഗെയിൻ അടുത്ത ഫോളിംഗ് എഡ്ജ്. സോ ഓരോ ഫോളിംഗ് എഡ്ജ്, അതായത് ഓരോ ഫോളിംഗ് എഡ്ജിലും നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ്-ഫ്ലോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലിപ്പ്-ഫ്ലോപ്പ് ട്രിഗർ ആവുന്നു ആൻഡ് ഔട്ട്പുട്ട് വിൽ ചേഞ്ച്. And next is it. So this continues. This is QA. And so these are the falling edges of the output QA. Now QB. So QB എന്താ നമുക്കറിയാം. QB is the output of second flip-flop. We are going to find QB. അപ്പോൾ QB എന്താണ്? QB ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സെക്കൻഡ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൽ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്, അല്ലേ? ഫസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ഇവിടെ ക്ലോക്ക് സിഗ്നലായിട്ട് ആക്ട് ചെയ്യുക. സോ QB
സോ അഗെയിൻ ഇനിഷ്യലി നമുക്ക് 0 എന്ന് തന്നെ അസ്യൂം ചെയ്യാം. സോ ഇറ്റ് റിമെയിൻസ് 0 ടിൽ ദ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ് അല്ലേ. ക്യു എ ഇതാണല്ലോ ഇപ്പോൾ ക്ലോക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യു എ ആണല്ലോ നമ്മൾ ക്ലോക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ് വരെ അത് 0യിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ദെൻ ഇറ്റ് വിൽ ഗെറ്റ് കോംപ്ലിമെൻറ്റഡ്. ഈ പൊസിഷനിൽ വരുമ്പോഴായിരിക്കും ഇത് കോംപ്ലിമെൻ്റ് ആവുന്നത്. കോംപ്ലിമെൻറ്റ് ആൻഡ് റിമെയിൻസ് ഇൻ ദാറ്റ് അപ് ടു ദ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ്, റൈറ്റ്. നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ് ഇവിടെയാണ്. സോ ദാറ്റ് റിമെയിൻസ് ആൻഡ് ഹിയർ ഇറ്റ് വിൽ ഗെറ്റ് കോംപ്ലിമെൻറ്റഡ്. ഇനി നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ് ഇതാ ഈ പൊസിഷനിലാണ്. സോ ആ പൊസിഷൻ വരെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അഗെയിൻ ഇറ്റ് ഗെറ്റ്സ് കോംപ്ലിമെൻറ്റഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ് down, and it continues, etc. So this is for QB. Now, so you have one more output. So let that be QC. So QC നമുക്കറിയാം it is the output of third flip flop. ശരിയല്ലേ? QC it is the output of തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആൻഡ് ഇവിടെ നമ്മൾ ക്ലോക്കായിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. അതായത് QB ആയിരിക്കും നമ്മളിവിടെ ക്ലോക്കായിട്ട് കൊടുക്കുക. അപ്പോൾ QB റെഫറൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് QBയുടെ ഫോളിംഗ് എഡ്ജസ് നമുക്കറിയാം. സി ദീസ് ആർ ദ ഫോളിംഗ് എഡ്ജസ് ഓഫ് QB. സോ QC അഗെയിൻ ഇനിഷ്യലി നമുക്ക് 0 എന്ന് തന്നെ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇത് 0യിൽ തന്നെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നു ടിൽ ദ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ് ഓഫ് QB. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ് വരുന്നത്. സോ ആ സമയത്തായിരിക്കും അത് കോംപ്ലിമെൻ്റ് ആവുക. എന്നിട്ട് ആ വാല്യൂ തന്നെ ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ചെയ്ത് ടിൽ ദ ഫോളിംഗ് എഡ്ജ്, ടിൽ ദ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ്. നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ് വരുമ്പോൾ വീണ്ടും കോംപ്ലിമെൻ്റ് ആവുന്നു. ആൻഡ് ദിസ് കണ്ടിന്യൂസ്. സോ ദീസ് ആർ ദി ഔട്ട്പുട്ട്സ് QA, QB ആൻഡ് QC. സോ നൗ ഈ വാല്യൂസ് ഈ വാല്യൂസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. എന്താണ് ഈ ഡിഡക്റ്റ് ചെയ്യുന്ന വാല്യൂസ് എന്നുള്ളത്. സോ നമുക്ക് ഈ വാല്യൂസ് ഒന്ന് ഫിൽ ചെയ്യാൻ നോക്കാം. സോ ക്ലോക്ക് ആൻഡ് സോ ലെറ്റ് ദിസ് ബി ഔട്ട്പുട്ട് QC, ലെറ്റ് ദിസ് ബി ഔട്ട്പുട്ട് QB ആൻഡ് ലെറ്റ് ദിസ് ബി ഔട്ട്പുട്ട് QA ആൻഡ് ദ ഡെസിമൽ ഇക്വലൻറ്റ്. സോ ഈ 3 ഔട്ട്പുട്ട്സ് നമുക്ക് ജസ്റ്റ് നോക്കാം എന്ത് വാല്യൂസാണ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് വന്നിട്ടുള്ളതെന്ന്. സോ ദിസ് ഫസ്റ്റ് കോളം ഗീവ്സ് ദ ക്ലോക്ക്. സോ ദിസ് ഈസ് ക്ലോക്ക് 1 അല്ലേ. നോ ദിസ് ഈസ് ക്ലോക്ക് 1. സോ ക്ലോക്ക് 1, see QA, QB, QC both are 0. ശരിയല്ലേ? സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് QA is 0, QB is 0, QC is also 0. Now second clock pulse എടുക്കുമ്പോൾ see QA is 1, QB is 0, QC is also 0. So it is 1, 0, 0. And similarly third clock pulse എടുക്കുക. തേർഡ് ക്ലോക്ക് പൾസിൽ QA 0 ആണ്, QB is 1 ആൻഡ് QC is 0. സോ ഇറ്റ് ഈസ് 0, 1, 0. ദെൻ ഫോർത്ത് ക്ലോക്ക് പൾസ്. സോ ഫോർത്ത് ക്ലോക്ക് പൾസ് എടുക്കുമ്പോൾ QA is 1, QB is 1 ആൻഡ് QC is 0. സോ ഇറ്റ് ഈസ് 1, 1, 0. നൗ ക്ലോക്ക് പൾസ് 5 എടുക്കുക. സോ QA is 0, QB is 0 and QC is 1. ശരിയല്ലേ? QC is 1. So it is 0, 0, 1. And clock pulse 6. So clock pulse 6 എടുക്കുമ്പോൾ QA is 1, QB is 0 and QC is 1. So it is 1, 0, 1. അതുപോലെ ക്ലോക്ക് പൾസ് 7 നോക്കാം. ക്ലോക്ക് പൾസ് 7 നോക്കുമ്പോൾ QA is 0, QB is 1 and QC is 1. Similarly clock pulse 8 എന്താ 1, 1, 1. So you will get 0, 1, 1. Clock pulse 8, 1, 1, 1. So now just in a decimal equivalent നോക്കുക. 0, 0, 0, 1 is 1, 0, 1, 0, 2, 0, 1, 1, 3, 1, 0, 0 is 4, 1, 0, 1 is 5, 1, 1, 0 is 6, 1, 1, 1 is 7. സോ അപ്പോൾ ശരിക്കും കൗണ്ടിങ് ആണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ യു ഹാവ് കോൺഫിഗർഡ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആസ് എ 3-bit അപ്പ് കൗണ്ടർ. അപ്പോൾ 0 to 7 വരെ അത് കൗണ്ട് ചെയ്യുകയാണ്. 3-bit ആയതുകൊണ്ട് 7 ഈസ് ദ മാക്സിമം വാല്യൂ. നൗ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് നോക്കുകയാണെങ്കിൽ ഇഫ് യു ടേക്ക് ദ നെക്സ്റ്റ് ക്ലോക്ക് പൾസ്, അതായത് 9th ക്ലോക്ക് പൾസ്, ഇവിടെ ഒരു 9 ക്ലോക്ക് പൾസ് നമ്പർ 9. ഇഫ് യു ടേക്ക് ദ ക്ലോക്ക് പൾസ് നമ്പർ 9 എന്തായിരിക്കും ലഭിക്കുക നമുക്ക്? ദിസ് ഈസ് ദ നെഗറ്റീവ് ഫോളിംഗ് എഡ്ജ് ആൻഡ് ഇവിടെ ഇതുവരെ 0 ആയിരിക്കും. സിമിലർലി ദിസ് ഈസ് 0, ദിസ് ഈസ് ഓൾസോ 0. സോ 9th ക്ലോക്ക് പൾസ് എടുക്കുകയാണെങ്കിൽ QA വിൽ ബി 0, QB വിൽ ബി 0, QC വിൽ ഓൾസോ ബി 0.
സോ 9th ക്ലോക്ക് പൾസ് ഗീവ്സ് യു 0 0 0. അതായത് അപ്പ് കൗണ്ടർ ആഫ്റ്റർ റീച്ചിങ് ദ മാക്സിമം വാല്യൂ 7 ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക് ടു 0. നൗ ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ആവുക അല്ലയോ, 7ൽ നിന്നും 0യിലേക്ക് പോയിട്ട് വീണ്ടും 1 2 3 4 5 എന്ന രീതിയിൽ ഇത് കൗണ്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് 3-bit അസിൻക്രണസ് അപ്പ് കൗണ്ടർ. അപ്പോൾ ഇത് 4-bit അല്ലെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ 3-bit എടുക്കുമ്പോൾ യു ക്യാൻ ഹാവ് ഓൺലി ദ മാക്സിമം വാല്യൂ 7. സോ ഇറ്റ് ക്യാൻ കൗണ്ട് ഫ്രം 0 to 7. So and in this case, so here number of states അല്ലേ, ഇപ്പോൾ നമ്മൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 8 അല്ലേ, 0 to 7 വരെ. സോ യു ഹാവ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഈസ് ഈക്വൽ ടു 8 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 power n. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 power 3. സോ ദിസ് n ഈസ് ഈക്വൽ ടു 3 അല്ലേ. സോ ദിസ് n ഗീവ്സ് യു ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് 8 ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കൗണ്ട് എന്ന് പറയുന്നത് 0 to 7 ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഈസ് ഈക്വൽ ടു 8 ആൻഡ് ഇൻ ദാറ്റ് കേസ് n വിൽ ഗീവ് യു ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ആൻഡ് ദ മാക്സിമം കൗണ്ട്. The maximum count that can be reached is equal to 2 power n minus 1. That is 2 power n is 2 power 3, 8. 8 minus 1, that is equal to 7. So this is the maximum count. So now 4-bit asynchronous up counter. Again up counter ആണ്. അപ്പോൾ up counter എന്ന് പറയുമ്പോൾ ഇത് കൗണ്ട് ചെയ്യുന്നത് 0യിൽ നിന്നും 0 1 2 3 എന്ന രീതിയിലാണ്. ആൻഡ് ബട്ട് ദിസ് ഈസ് 4-bit. നമ്മളിവിടെ 4-bit അസിൻക്രണസ് കൗണ്ടറാണ്. അപ്പോൾ 4-bit എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ കൗണ്ട് ഫ്രം 0 to 2 power 4 minus 1 അല്ലേ. ഇറ്റ് ക്യാൻ കൗണ്ട് ഫ്രം 0 to 2 power 4 minus 1. So 2 power 4 minus 1 is 15. So it can count from 0 to 15. അപ്പോൾ ഇവിടെ 4-bit ആയതുകൊണ്ട് തന്നെ 15 that means you need 16 states അല്ലേ. 0 to 15 എന്ന് പറയുമ്പോൾ യു നീഡ് 16 states ആൻഡ് സോ യു നീഡ് 4 നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ നമ്മളിവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എ, ദിസ് ഈസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി, ഫ്ലിപ്പ് ഫ്ലോപ്പ് സി ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി. ആൻഡ് കോൺഫിഗറേഷൻ പഴയതുപോലെ തന്നെയാണ്. ജെ ആൻഡ് കെ ഇൻപുട്സ് നമ്മൾ ലോജിക്കൽ ഹൈ പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാ ജെ കെ ഇൻപുട്സിലും യു ആർ പ്രൊവൈഡിങ് ലോജിക്കൽ ഹൈ ആൻഡ് ക്ലോക്ക് ഈസ് പ്രൊവൈഡഡ്. സോ ക്ലോക്ക് ഈസ് പ്രൊവൈഡഡ് ടു ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. എഡ്ജ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ടു ദ ക്ലോക്ക് ഓഫ് സെക്കൻഡ്. അതുപോലെ ഔട്ട്പുട്ട് ഓഫ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ടു ദ ക്ലോക്ക് ഓഫ് തേർഡ്. ഔട്ട്പുട്ട് ഓഫ് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ടു ദ ക്ലോക്ക് ഓഫ് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ പഴയ കോൺഫിഗറേഷൻ തന്നെയാണ്. ആൻഡ് ഔട്ട്പുട്ട് യു ആർ ടേക്കിംഗ് ദി ഔട്ട്പുട്ട്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് ക്യാൻ ബി ടേക്കൺ ആസ് QA. സോ ലെറ്റ് ദിസ് ബി QB. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് QC ആൻഡ് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് QD. സോ ഇവിടെ കോൺഫിഗറേഷൻ ആൻഡ് ഓപ്പറേഷൻ വേറെ ഡിഫറൻസസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രീവിയസ് കേസ് 3-bit ആയിരുന്നു, ഇത് 4-bit ആയിരുന്നു. സോ ഇതിൻ്റെ ഒരു ടൈമിംഗ് ഡയഗ്രാം നോക്കുവാണെങ്കിൽ ദിസ് വിൽ ബി ദ ടൈമിംഗ് ഡയഗ്രാം. ഇതും പഴയതുപോലെ തന്നെയാണ്. ദിസ് ഈസ് ദ ക്ലോക്ക്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്ലോക്ക്. ഈ ക്ലോക്കാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 1 2 3 4 11 etc. It continues like this. And QA, QB, QC, QD. So QA is the output of first flip flop. അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പ്രീവിയസ് ഡിസ്കഷൻ പോലെ തന്നെയാണ്, പ്രീവിയസ് ടോപ്പിക് ഡിസ്കഷൻ പോലെ തന്നെയാണ്. ഓരോ നെഗറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ ഓരോ ഫോളിംഗ് എഡ്ജ്, ക്ലോക്ക് പൾസിൻ്റെ ഓരോ ഫോളിംഗ് എഡ്ജിലായിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രിഗർ ആവുക. സോ എഗെയിൻ നമ്മളിവിടെ ജെയും കെയും 1 എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോഗ്ലിംഗ് ആയിരിക്കും സംഭവിക്കുക. സോ ഇനിഷ്യലി നമ്മൾ QA, QB, QC, QD 0യിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു, 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ 0യിൽ നിന്നും ഓരോ ഫോളിംഗ് എഡ്ജിലും അത് കോംപ്ലിമെൻ്റ് ആവുന്നു. ഇവിടെ കോംപ്ലിമെൻ്റ് ആവുന്നു, ആ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജിന് വീണ്ടും കോംപ്ലിമെൻ്റ് ആവുന്നു. എഗെയിൻ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജിന് വീണ്ടും കോംപ്ലിമെൻ്റ് ആവുന്നു. സോ എഗെയിൻ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജിന് വീണ്ടും കോംപ്ലിമെൻ്റ് ആവുന്നു. ഇവിടെ വീണ്ടും. സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് കണ്ടിന്യൂസ്. ഇതിങ്ങനെ കണ്ടിന്യൂ ആവുന്നു. ആൻഡ് ഫോർ QB ഔട്ട്പുട്ട് QB അറിയാമല്ലോ. QB എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? QB എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ ക്ലോക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. സോ QA അല്ലേ, QA ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക ബേസ്ഡ് ഓൺ QA. QB is generated based on QA. അപ്പോൾ ഇനിഷ്യലി നമ്മൾ 0 അസ്യൂം ചെയ്യുന്നു. 0 അസ്യൂം ചെയ്തിട്ട് QAയുടെ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ് വരുമ്പോൾ there will be a toggling.
ആ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ് വരുമ്പോൾ അഗൈൻ ദെയർ വിൽ ബി എ ടോഗ്ലിംഗ്. സോ ഇത് ജസ്റ്റ് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത അതേ കോൺസെപ്റ്റ് തന്നെയാണ്. സിമിലർലി ക്യു സിയും ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് QB ആണ്. സോ ബേസ്ഡ് ഓൺ QB QC വിൽ ബി ജനറേറ്റഡ്. അതുപോലെ QD എന്താണ്? ഫൈനൽ ഔട്ട്പുട്ട്, ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്. സോ അവിടെ നമ്മൾ ക്ലോക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് QC ആണ്. അപ്പോൾ ബേസ്ഡ് ഓൺ QC QD വിൽ ബി ടോഗിൾഡ്. സോ ദിസ് ഈസ് ദ കേസ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു വാല്യൂസ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോ ദിസ് ഈസ് ക്ലോക്ക് ആൻഡ് so let this be QC, let this be QB, let this be QA, let this be QD, this is QC, and this is QB, and this is QA. So 0 എന്ന് പറയുമ്പോൾ ഇനിഷ്യലി എല്ലാ വാല്യൂസും 0 ആണ്. ഇനിഷ്യലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വാല്യൂ 0 ആണ്. ലെറ്റ് ഇറ്റ് ബി ദെയർ. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ക്ലോക്ക് പൾസ് നോക്കാം. ഫസ്റ്റ് ക്ലോക്ക് പൾസ് എന്താണ് വാല്യൂ നോക്കിയേ. സോ ദ ഫസ്റ്റ് ക്ലോക്ക് പൾസ് QA is 0, QB is 0, QC is 0, QD is also 0. ദെൻ സെക്കൻഡ് ക്ലോക്ക് പൾസ് എന്താണ്? സെക്കൻഡ് ക്ലോക്ക് പൾസിൽ QA is 1, QB is 0, QC is 0, QD is also 0. So if you just mark this over here, ഫസ്റ്റ് ക്ലോക്ക് പൾസ് എല്ലാ ബിറ്റ്സും 0 ആണ്. സെക്കൻഡ് ക്ലോക്ക് പൾസ് QA is 1, QB, QC, QD is 0. Then third clock pulse നോക്കിക്കേ. third clock pulse QA is 0, QB is 1, QC is 0, QD is also 0. So it is 0, 1, 0, 0. So in the corresponding decimals നോക്കാം. This is 0, this is 1, this is 2. So it continues like this. നമ്മൾ ജസ്റ്റ് പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ കൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആവുകയാണ്. ഈ കൗണ്ട് കണ്ടിന്യൂ ആയിട്ട് ഫൈനലി യു ക്യാൻ ഗോ അപ് ടു ദ 16th ക്ലോക്ക് പൾസ് അല്ലേ. ആ 16th ക്ലോക്ക് പൾസ് വരെ നമുക്ക് പോവാം. 16th ക്ലോക്ക് പൾസ് പോകുമ്പോൾ ഫൈനലി യു വിൽ ഗെറ്റ് ദ വാല്യൂ 1111. ദാറ്റ് ഈസ് യുവർ 15. ആൻഡ് നെക്സ്റ്റ് ക്ലോക്ക് പൾസ് നോക്കുവാണെങ്കിൽ, അതായത് 17th ക്ലോക്ക് പൾസിലോട്ട് പോവുകയാണെങ്കിൽ എഗെയിൻ ദ വാല്യൂസ് ഓഫ് QD, QC, QB, QA ഗോസ് ടു 0, 0, 0, 0. സോ നമ്മൾ ഈ ഗ്രാഫിൽ അത് 15th ക്ലോക്ക് പൾസ് ഒന്നും കാണിച്ചിട്ടില്ല. ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ ട്രൈ ദാറ്റ്. സോ അഗെയിൻ ഇറ്റ് ഈസ് വർക്കിംഗ് ആസ് എ കൗണ്ടർ. സോ ബേസിക് ഓപ്പറേഷൻ സ്റ്റിൽ ഇറ്റ് ഈസ് സെയിം ആസ് ദ നോർമൽ കൗണ്ടർ ഓപ്പറേഷൻ. 3 ബിറ്റിന് പകരം നമ്മളിവിടെ 4 ബിറ്റ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ 4 ബിറ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വിൽ ബി 4. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ആൻഡ് ഹിയർ ആ പഴയ റിലേഷൻസ് തന്നെയാണ്. സോ യു നീഡ് 0 ടു കൗണ്ട് ഈസ് ഫ്രം 0 to 15. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ 16 ആണ്. സോ 16 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 power 4 അല്ലേ. 2 power 4. സോ ദിസ് 4 ഈസ് ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ്. അത്രയേ ഉള്ളൂ. ആൻഡ് മാക്സിമം കൗണ്ട് ഈക്വൽ ടു 2 power n minus 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 15. So this way counter can work. This is how up counter works. So now down counter കുറിച്ച് നോക്കാം. So 3 bit asynchronous down counter. അപ്പോൾ down counter basically നമുക്കറിയാം ഇറ്റ് കൗണ്ട്സ് ഫ്രം എ ഹൈ വാല്യൂ ടു എ ലോ വാല്യൂ. അതായത് 3 ബിറ്റ് ആണെങ്കിൽ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7ൽ നിന്നായിരിക്കും അല്ലേ. 7, 6, 5, 4, 3, 2, 1, 0 അങ്ങനെ ആയിരിക്കും പോകുന്നത്. ദാറ്റ് ഈസ് എ ഡൗൺ കൗണ്ടർ. ഇപ്പോൾ ഇവിടെ വീണ്ടും 3 ബിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 3 ബിറ്റ് ആകുമ്പോൾ യു നീഡ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലേ. ഇവിടെയും ബാക്കി കോൺസെപ്റ്റ്സ് ഒക്കെ പഴയതുപോലെ തന്നെയാണ്. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിൽ ബി 8. So you need, it is 2 power 3. So you need 3 number of flip flops and maximum. So ഇവിടെ starts from 7 to the minimum value 0. And configuration പ്രീവിയസ് കേസിൽ നിന്നും, അതായത് അപ്പ് കൗണ്ടറിൻ്റെ കേസിൽ നിന്നും എന്ത് ഡിഫറൻസ് ആണ് വരുന്നത് നമുക്കിവിടെ നോക്കാം. ക്ലോക്ക് എഗെയിൻ നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. സോ ഇവിടെയും we have used JK flip flop. So this is flip flop A, this is flip flop B, this is flip flop C. Now ഇപ്പോൾ അസിൻക്രണസ് ആയതുകൊണ്ട് നമുക്കറിയാം ക്ലോക്ക്, എക്സ്റ്റേണൽ ക്ലോക്ക് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. ആൻഡ് ജെ ആൻഡ് കെ, ജെയുടെയും കെയുടെയും വാല്യൂ, the value of j and k will be set as 1. Both will be given as logical high because നമുക്ക് ടോഗ്ലിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടോഗ്ലിംഗ്
generate ചെയ്യാൻ വേണ്ടിയിട്ട് you are setting the value j equal to k equal to 1 as before. Now അപ്പോൾ പ്രീവിയസ് കോൺഫിഗറേഷനിൽ നിന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് the only change is that the output is taken from q complement. So നമ്മൾ അപ്പ് കൗണ്ടർ യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഔട്ട്പുട്ട്സ് എടുത്തിരുന്നത് ക്യൂവിൽ നിന്നാണ് അല്ലേ, ക്യു എ ക്യു ബി ക്യു സി എന്നും പറഞ്ഞിട്ടാണ്. ആൻഡ് ഹിയർ ദി ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദ കോംപ്ലിമെൻറ്റ് സൈഡ്. അതായത് ദിസ് ഈസ് ക്യു എ കോംപ്ലിമെൻറ്റ്, ക്യു ബി കോംപ്ലിമെൻറ്റ്, ക്യു സി കോംപ്ലിമെൻറ്റ്. സോ ഔട്ട്പുട്ട്സ് നമ്മൾ എടുക്കുന്നത് കോംപ്ലിമെൻറ്റഡ് വെർഷനാണ്. ദാറ്റ് വിൽ ബി ദ ഓൺലി ഡിഫറൻസ്. ഈ ഒരു കോൺഫിഗറേഷന് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ the only difference is that the complemented output is given as a clock to the next stage. So complemented outputനെ നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ക്ലോക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സി ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് നോക്കിക്കേ, it is the complemented output of the previous stage and the output is taken from the uncomplemented version. അതായത് this will be QA, this will be QB and this will be QC. അപ്പോൾ ഈ രീതിയിലും ഈ കോൺഫിഗറേഷനും നമുക്ക് വേണമെങ്കിൽ ഡൗൺ കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. സോ നമ്മുടെ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം ഈ ഒരു കോൺഫിഗറേഷൻ യൂസ് ചെയ്യാം. അതായത് ഔട്ട്പുട്ട് വിൽ ബി ടേക്കൺ ഫ്രം the complemented values QA complement, QB complement as well as QC complement. So now see നമ്മുടെ ടൈമിംഗ് ഡയഗ്രാം. So already നമ്മൾ this is for clock signal, is it first clock, second clock, 3 4 5 6 7 8 etc. and this is output QA, output QB and output QC. സോ ഈ മൂന്ന് ഔട്ട്പുട്ട്സും നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അപ്പ് കൗണ്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഔട്ട്പുട്ട് QA, QB ആൻഡ് QC നമ്മൾ ജനറേറ്റ് ചെയ്തു. ആൻഡ് ഇത് അഗെയിൻ ഇവിടെ നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് സിഗ്നലിൻ്റെ ഓരോ ഫോളിംഗ് എഡ്ജിലും ആയിരിക്കും ആ ഒരു ടോഗിളിങ് സംഭവിക്കുക അല്ലേ. അപ്പോൾ QA 0-ൽ നിന്നും 1-ലോട്ട് ടോഗിൾ ആവുന്നു, ഇവിടെ വരുമ്പോൾ വീണ്ടും 0-ലോട്ട്, വീണ്ടും 1-ലോട്ട്. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ആൻഡ് QB ജനറേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ ദ സെയിം കോൺസെപ്റ്റ്, ബട്ട് ഇവിടെ QA will act as the clock signal for the generation of QB. അപ്പോൾ അതുപോലെ QC ജനറേറ്റ് ചെയ്യുമ്പോൾ QB act as the clock signal for the generation of QC. സോ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് we need the output QA complement, QB complement, QC complement. ബിക്കോസ് നമ്മൾ ഈ ഔട്ട്പുട്ടാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ആക്ട് ആസ് ആൻ അപ്പ് കൗണ്ടർ. നമ്മളിവിടെ ഡൗൺ കൗണ്ടറിനെ കുറിച്ചാണ് നോക്കുന്നത്. സോ ഡൗൺ കൗണ്ടറിന് വേണ്ടത് QA കോംപ്ലിമെൻറ്റ്, QB കോംപ്ലിമെൻറ്റ് ആൻഡ് QC കോംപ്ലിമെൻറ്റ്. സോ വി വിൽ സീ ദാറ്റ്. സോ ദിസ് ഈസ് QA കോംപ്ലിമെൻറ്റ്. സോ എന്താണ് QA കോംപ്ലിമെൻറ്റ്? ഇറ്റ് ഈസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് QA അല്ലേ. സോ ദിസ് ഈസ് QA. സോ അതിൻ്റെ കോംപ്ലിമെൻറ്റ് നോക്കാം. സോ ദ കോംപ്ലിമെൻറ്റ് വിൽ ബി റൈറ്റ്. So ഇവിടെ 0 ആണെങ്കിൽ it will be 1 here. So just the complement of QA. QAയുടെ കോംപ്ലിമെൻറ്റ് വരയ്ക്കുക. അവിടെ 0 ആണെങ്കിൽ ഇവിടെ 1 ആയിട്ടും 1 ആണെങ്കിൽ 0 ആയിട്ടും. റൈറ്റ്. So this is QA complement. ശരിയല്ലേ. Now QB complement. So QB complement എന്ന് പറയുമ്പോൾ this is the QB, ഇതിൻ്റെ കോംപ്ലിമെൻറ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് കോംപ്ലിമെൻറ്റ്. സോ ഇവിടെ 0 ആണ്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് 1 ആൻഡ് അവിടെ 1 ആവുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 0 ഹിയർ റൈറ്റ്. ആൻഡ് അഗെയിൻ ഇവിടെ 0 ആണ്. സോ ഇറ്റ് വിൽ ബിക്കം 1. വീണ്ടും അവിടെ 1 ആവുമ്പോൾ ഇവിടെ 0 ആവുന്നു. ആൻഡ് അഗെയിൻ ഇറ്റ് കണ്ടിന്യൂസ്. സിമിലർലി QC കോംപ്ലിമെൻറ്റ്. സോ QC കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ this is the value of QC, അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുക. സോ ഇനിഷ്യലി ഇവിടെ 0, ഇവിടെ 1. സോ ദാറ്റ് വിൽ ബി ചേഞ്ച്ഡ് ഹിയർ അല്ലേ. ഇറ്റ് വിൽ ബി കോംപ്ലിമെൻറ്റഡ്. അപ്പോൾ അവിടെ 0 ആവുമ്പോൾ ഇവിടെ 1 എടുക്കുക ആൻഡ് അവിടെ 1 ആവുമ്പോൾ ഇവിടെ 0 എടുക്കുക. ദാറ്റ് ഈസ് ദ കോംപ്ലിമെൻറ്റഡ് വാല്യൂ റൈറ്റ്. സോ ഇറ്റ് കണ്ടിന്യൂസ് ലൈക്ക് ദിസ്. നൗ ഈ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. സോ ദാറ്റ് ഈസ് so this is clock and this is initial. So we will take it as QC complement, QB complement, QA complement.
സോ ഇത് 0, അതായത് ദിസ് ഈസ് ഇനിഷ്യലി നമുക്കറിയാം ഇനിഷ്യലി ഇറ്റ് വിൽ ബി 0 or 1, അത് ലെറ്റ് ഇറ്റ് ബി, നമുക്കത് വേണ്ട. ആൻഡ് വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് ക്ലോക്ക് പൾസ്. സോ എന്താണ് ഫസ്റ്റ് ക്ലോക്ക് പൾസ്? സി ദിസ് ഈസ് ദ ഫസ്റ്റ് ക്ലോക്ക് പൾസ്. ആൻഡ് ഫസ്റ്റ് ക്ലോക്ക് പൾസ് എടുക്കുമ്പോൾ യു ക്യാൻ സീ ഹിയർ ക്യൂ എ കോംപ്ലിമെൻറ്റ് ഈസ് 1, ക്യൂ ബി കോംപ്ലിമെൻറ്റ് ഈസ് 1, ക്യൂ സി കോംപ്ലിമെൻറ്റ് ഈസ് ഓൾസോ 1. ശരിയല്ലേ? ക്യൂ എ കോംപ്ലിമെൻറ്റ്, ക്യൂ ബി കോംപ്ലിമെൻറ്റ്, ക്യൂ സി കോംപ്ലിമെൻറ്റ്, ബോത്ത് ആർ 1. Now second clock pulse, this is second clock pulse. Second clock pulse, see q a complement is 0, q b complement is 1, q c complement is also 1. So it is 0, 1, 1. Now third clock pulse, this is third. So correspondingly q a complement is 1, this is 0, QC complement is 1, അതായത് 1 0 1, right? So 1 0 1. And fourth clock pulse, this is 4. So fourth clock pulse, QA complement is 0, QB complement is 0, QC complement is 1, അതായത് 0 0 1, right? 0 0 1. And now fifth clock pulse. Fifth clock pulse, QA complement is 1, QB complement is 1, QC complement is 0, അതായത് 1 1 0. ശരിയല്ലേ? 1 1 0. This is fifth clock pulse. Now sixth clock pulse എന്താണ്? Sixth clock pulse, QA complement is 0, QB complement is 1, QC complement is 0, അതായത് 0 1 0. 0 1 0. Now seventh clock pulse നോക്കാം. So seventh clock pulse, QA complement is 1, QB complement is 0, QC complement is also 0. So that is 1 0 0. And finally eighth clock pulse, right? Eighth clock pulse നോക്കാം. So QA complement is 0, QB complement is 0, QC complement is also 0. So that is 0 0 0. Now just in the decimal equivalent നോക്കുക. This is 1 1 1, അല്ലേ? So it will be 7. 1 1 0, that is nothing but 6. 1 0 1 is 5. So 1 0 0, that is 4. 0 1 1 is 3. And 0 1 0 2, this is 1. 0 0 0 is 0. So the outputs, അതായത് complemented outputs will give you the down counting, അതായത് starts from 7. It is starting from 7. 7ൽ നിന്നും 6 5 4 3 2 1 0 എന്ന രീതിയിലായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അതായത് 7 to the minimum value 0. So this can act as a down counter. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പ് കൗണ്ടർ ആസ് വെൽ ആസ് ഡൗൺ കൗണ്ടർ നമുക്ക് രണ്ടിനും സെയിം കോൺഫിഗറേഷൻ തന്നെ യൂസ് ചെയ്യാം, അല്ലേ? നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സെയിം കോൺഫിഗറേഷൻ യൂസ് ചെയ്യാം. ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് അപ്പ് കൗണ്ടർ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂവിൽ നിന്നാണ്. ഡൗൺ കൗണ്ടർ ആണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ കോംപ്ലിമെൻറ്റിൽ നിന്നാണ്. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ആൻഡ് ഈ കോൺഫിഗറേഷനും അതുപോലെ തന്നെയാണ്. ഇതും വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ക്യൂവിൽ നിന്ന് തന്നെ എടുക്കുന്നു. ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഈസ് ക്ലോക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീവിയസ് സ്റ്റേജിൻ്റെ കോംപ്ലിമെൻറ്റഡ് ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ ക്ലോക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ആൻഡ് ഈ ഒരു കേസ് സി വാട്ട് ഹാപ്പൻസ് ഫോർ ദ നെക്സ്റ്റ് ക്ലോക്ക്. നൗ ഇഫ് യു ഗീവ് ക്ലോക്ക് നമ്പർ 9, ക്ലോക്ക് നമ്പർ 9 കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സി ക്ലോക്ക് നമ്പർ 9, അതായത് ഇവിടെ ഈ പൊസിഷൻ, അല്ലേ? ക്ലോക്ക് നമ്പർ 9 കൊടുക്കുകയാണെങ്കിൽ അഗൈൻ വാട്ട് ഹാപ്പൻസ്? സി ക്യൂ എ കോംപ്ലിമെൻറ്റ് ഈസ് 1, ക്യൂ ബി കോംപ്ലിമെൻറ്റ് ഈസ് 1, ക്യൂ സി കോംപ്ലിമെൻറ്റ് ഈസ് ഓൾസോ 1. സോ 9th ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ദിസ് വിൽ ബിക്കം 1, ദിസ് വിൽ ബിക്കം 1, ദിസ് വിൽ ബിക്കം 1, അതായത് 7. ശരിയല്ലേ? സോ കൗണ്ടിങ് 7ൽ നിന്ന് സ്റ്റാർട്ടായി 0യിലേക്ക് പോയിട്ട് ആഫ്റ്റർ റീച്ചിങ് 0 ഇറ്റ് ഈസ് അഗൈൻ going back to 7. So this process is getting repeated. So this is how counting takes place for an asynchronous down counter as well as asynchronous up counter. So ഇതുപോലെ now ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3-bit asynchronous down counter ആണ്. Now you can go for 4-bit
asynchronous down counter or more than that. അപ്പോൾ 4 bit ആണെങ്കിൽ again ആ പഴയ സെയിം കോൺസെപ്റ്റ് ആണ്. 4 bit ആണെങ്കിൽ ഇറ്റ് ക്യാൻ കൗണ്ട് ഫ്രം 0 to 15. അപ്പോൾ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത് 16 സ്റ്റേറ്റ്സ് ആണ് അല്ലേ, 16 സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 power 4. സോ യു നീഡ് 4 നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 15 അല്ലേ. 4 bit ആണെങ്കിൽ ദ കൗണ്ട് സ്റ്റാർട്ട്സ് ഫ്രം 15. ഇറ്റ് കൗണ്ട്സ് ലൈക്ക് 14, 13, 12 എന്ന രീതിയിൽ കൗണ്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ക്യാൻ ഗോ അപ് ടു 0 റീച്ച് ആയതിനു ശേഷം അത് വീണ്ടും 15 തന്നെ തിരിച്ചു വരുന്നു. എഗെയിൻ ഇറ്റ് ക്യാൻ കൗണ്ട് 15, 14, ഇറ്റ് കൗണ്ട്സ് ഡൗൺ കൗണ്ട്സ് ടു 15, 14, 13 എക്സെട്ര ആൻഡ് ദിസ് പ്രോസസ് ഗെറ്റ്സ് റിപ്പീറ്റഡ്. അപ്പോൾ ഈ രീതിയിൽ 4 bit മാത്രമല്ല നമുക്ക് ഹയർ നമ്പർ ഓഫ് ബിറ്റ്സ് കൗണ്ടേഴ്സ് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം ബൈ യൂസിങ് മോർ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. സോ അസിൻക്രണസ് സബ് കൗണ്ടർ ഡൗൺ കൗണ്ടറിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.